ഹലോടാ, എന്തുണ്ട്? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഇന്നൊരു കുട്ടി അൺബോക്സിങ് വീഡിയോ ആണ്. ഹെയർ അക്സസറീസും ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് കണ്ടാലോ? അപ്പം ഞാൻ ഈ ബോക്സ് എല്ലാം ഒന്ന് സൈഡിലോട്ട് ആക്കിയതിന് ശേഷം ഓരോന്നായിട്ട് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഒന്നെല്ലാം പൊട്ടിച്ച് വെച്ചേക്കുക, കാരണം ലാഗ് വരണ്ടല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നതിന് വേണ്ടി. ഫസ്റ്റ് തന്നെ നമുക്ക് വലിയ പെട്ടി തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ബോക്സിൽ തന്നെ ഉള്ളത് നമ്മുടെ വളയൊക്കെ ഇല്ലേ, വളയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, വളയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ബോക്സാണിത്. ഇതെന്താ ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി വള സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ആ വള സ്റ്റാൻഡിൽ നമ്മൾ വള ഇട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് പൊടി കയറും. നമ്മൾ എവിടെയെങ്കിലും ഇടാൻ പോകുമ്പോൾ ആ വള കഴുകിയിട്ട് വേണം ഇടാൻ. കുപ്പിവളയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കഴുകിയിട്ടിട്ടാലും ചീത്തയാവത്തില്ല. പക്ഷേ ഈ മിനുക്കമുള്ള ടൈപ്പ് സീക്വൻസ് ഒക്കെ വരുന്ന ടൈപ്പ് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാം വളയും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് പൊടി കയറിയിരിക്കും. ഇതാകുമ്പോൾ നല്ല ഒട്ടും പൊടിയൊന്നും കയറാതെ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എവിടെയെങ്കിലും മാരേജ് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനുള്ള എല്ലാം വള ഇതേപോലെ ബോക്സിനകത്താക്കി നമുക്ക് കൊണ്ടുപോകാനും പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സായിട്ട് തോന്നി. അങ്ങനെ ഞാനൊരു ബോക്സ് വാങ്ങിയതാണ്. ഈ ബോക്സ് ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ വാങ്ങിച്ച ഓരോന്ന് ഞാൻ ഈ സൈഡിലോട്ട് വയ്ക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. ഇത് വന്നിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ക്ലിപ്പാണ്. അതിൻ്റെ രണ്ട് വിങ്സിലായിട്ട് ഫുൾ പേൾസ് ആണ് വന്നേക്കുന്നത്. അതുപോലെ ഇങ്ങനെ ഹാങ്സ് ഉണ്ട്, രണ്ട് സൈഡിലും ഹാങ്സ് ഉണ്ട്. നല്ല പേളും ചെയിനും വരുന്ന ഹാങ്സ് ആണ്. അടിപൊളിയാണ്. അത് ഹെയറിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു ക്ലിപ്പാണിത്. ഇത് ക്ലോസപ്പ് കണ്ടോ? അപ്പം നല്ല ഫുൾ പേളല്ലേ അത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ ഇത് പാക്കറ്റിൽ ആക്കി വെക്കാം. കാരണം എല്ലാ സാധനവും ഇതുപോലെ പാക്കറ്റിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളുകളിങ്ങനെ ചീത്തയാവാതിരിക്കും. ഇതേപോലെ ക്ലിപ്പായാലും അക്സസറീസും ഒക്കെ എപ്പോഴും. അല്ലാതെ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിടുമ്പോഴാണ് പെട്ടെന്ന് ചീത്തയായി പോകുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബോക്സ് പൊട്ടിച്ച് നോക്കാം. ഇത് ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു കേട്ടോ, ഇന്ന് വന്നതേ ഉള്ളായിരുന്നു ഈ കൊറിയർ. അപ്പോൾ ബാക്കിയെല്ലാം നേരത്തെ വന്നുകൊണ്ട് അത് പൊട്ടിച്ച് ഇതും കൂടെ വന്നിട്ട് വേണമായിരുന്നെങ്കിൽ ഫുൾ അൺബോക്സിങ് വീഡിയോ ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ കുഞ്ഞു പിള്ളേർക്കുള്ള ഹെയർ ക്ലിപ്പുകളാണ്. അയ്യോ, ഇത് ഞാൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. നല്ല മഴവില്ല് പോലെ റെയിൻബോയുടെ ഹെയർ ക്ലിപ്പുകൾ, അതുപോലെ കുഞ്ഞു കുഞ്ഞു കപ്പ് കേക്കുകൾ, അതേപോലെ പാൻഡ, എന്തൊക്കെ എനിക്ക് അറിഞ്ഞുകൂടെ, ചില കാർട്ടൂണിൻ്റെ ഒക്കെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്ത് യൂണിക്കോൺ, പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഷീറ്റും കണ്ടോ നിങ്ങൾ? ഇങ്ങനെ എടുത്തിങ്ങനെ കാണിക്കുമോ, നല്ല രസമുണ്ട് കാണാൻ. എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ആൻറ്റിക്ക് ആർക്കോ കുഞ്ഞു പിള്ളേർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ, ആൻറ്റിയുടെ കൊച്ചുമക്കൾക്ക്. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞൊന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആൻറ്റി ബുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ അവർക്ക് ഞാൻ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലൊരു വീഡിയോ എടുത്തോട്ടെ. പൊട്ടിച്ചെടുത്തോ, കുഴപ്പമൊന്നുമില്ല മോളെ, രണ്ട് കുഞ്ഞു പിള്ളേർക്ക് എന്തോ ആൻറ്റിക്ക് കൊടുക്കാൻ വേണ്ടില്ല എന്നോട് പറഞ്ഞായിരുന്നു. എന്ത് രസമാണ് ഇത് കണ്ടോ? കപ്പ് കേക്ക്, ഐസ്ക്രീം, ബട്ടർഫ്ലൈ, പിന്നെ അതേപോലെ ഡോറയല്ലല്ലോ, മറ്റേ ചുട്ക്കി. അയ്യോ എൻ്റെ പൊന്നു, ചുട്ക്കിയല്ലയോ അതാണ്. അതേപോലെ ഒത്തിരി നല്ല ക്യൂട്ടായിട്ടുള്ള പൂമ്പാറ്റ. പൂമ്പാറ്റ മറ്റേ വണ്ട് പോലത്തെ റെഡ് കളർ വണ്ടില്ലേ, ഒരു പൂമ്പാറ്റ പോലെ ഇങ്ങനെ ഈ പൊച്ചയിലൊക്കെ ഇരിക്കുന്ന ആ സംഭവം. അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ. അയ്യോ, ഇതൊക്കെ കണ്ടോ, എന്ത് രസമാണ്. എനിക്കാണെങ്കിലേ ഓരോന്ന് കാണും തോറും ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി ഞാൻ. കാരണം നല്ല ക്യൂട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരുടെ ക്യൂട്ട് സാധനം കാണുമ്പോൾ നമുക്ക് ആർക്കായാലും ഭയങ്കര ഇഷ്ടമായിരിക്കും അത് കാണാനല്ലേ. അതാണ്ട് ഇത് ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണാൻ ക്ലോസപ്പിൽ വേറൊരു വീഡിയോ എടുത്തേ, കാരണം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ത് രസമാണ്. ഇത് ടോട്ടൽ 8 ഉണ്ട് കേട്ടോ. ഓരോ പാക്കറ്റ് വെച്ച് 8 പാക്കറ്റാണ് ടോട്ടൽ വരുന്നത്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, സൂപ്പർ. ഞാൻ ഇവിടെ കിടന്ന് കാണിക്കുന്നത് എന്താ പറയുക, ഇതെല്ലാം അടിപൊളി സൂപ്പർ എന്താ അവിടെ കിടന്ന് കൈകൊണ്ട് കാണിക്കുന്നത്. ഇത് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് ആ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാത്ത നിങ്ങളത് വേറൊരാൾക്ക് കൊടുക്കുന്ന. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ നോക്കിയപ്പോൾ നല്ലതാട്ടോ, കൊള്ളാം. കുട്ടികൾ ഉള്ളവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ നല്ല ക്യൂട്ടായിരിക്കും. അവർ വെച്ചുകൊണ്ട് പോകുന്ന കാണാൻ നല്ല അടിപൊളി ഫ്രോക്കൊക്കെ ഇടുമ്പോൾ ഇതൊക്കെ വെക്കുന്നത് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൻ്റെ എല്ലാ റേറ്റൊക്കെ ഞാൻ വീഡിയോയുടെ മുകളിൽ കൊടുത്തേക്കാം. എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്താൽ മതി. ഇതെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. ശരിക്കും ഇതൊരു ഫ്ലിപ്കാർട്ട് അൺബോക്സിങ് വീഡിയോ ആണ്, പക്ഷേ തുടക്കം പറയാൻ വിട്ടുപോയി. ഇനി നമുക്ക് നെക്സ്റ്റ് ബോക്സ് പൊട്ടിക്കാം. നെക്സ്റ്റ് ബോക്സ് വന്നിട്ട്
ഞാൻ കുപ്പിവളയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. കുപ്പിവളയെന്ന് പറയുമ്പോൾ അല്ല കട്ടിയുള്ള കുപ്പിവളയുണ്ടല്ലോ അത്. ഇതിനകത്തുനിന്ന് 2 കുപ്പിവള ഞങ്ങൾ ഓൾറെഡി സൈസ് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി പൊട്ടിച്ച് ഇട്ട് നോക്കിയത് ചേച്ചിക്ക് മേടിച്ച കുപ്പിവളയായിരുന്നു. അപ്പം ചേച്ചിയുടെ കൈയുടെ സൈസിന് അളവാണോ എന്നറിയാൻ വേണ്ടി ഇട്ട് നോക്കിയതായിരുന്നു. അപ്പോൾ കറക്റ്റ് സൈസായിരുന്നു. പക്ഷെ ചേച്ചി ആ വളയായിട്ടങ്ങ് പോയി. ഇത് ബാക്കി ഞാൻ പിന്നെ വീഡിയോ എടുത്തതിന് ശേഷം കൊടുക്കാമെന്ന് പറഞ്ഞേക്കുവാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് മേടിച്ച വളയായത്. അടിപൊളി വള കേട്ടോ. കാരണം എനിക്ക് ആ വളയുടെ ആവശ്യമില്ല, എനിക്കത് വേണമെന്ന് തോന്നിയില്ല. പുള്ളിക്കാരിക്ക് ആരുടെ കയ്യിലത് കണ്ട് ആ ചേച്ചി കണ്ടപ്പോൾ വാങ്ങണം, ഒന്ന് ഓർഡർ ചെയ്ത് തരാമെന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ, അതിനെന്താ, എനിക്ക് ഓർഡർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ എനിക്കിതൊരു വീഡിയോ ആക്കാൻ നിങ്ങൾക്കും അത് ഉപകാരപ്പെടുമല്ലോ. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ അത് വാങ്ങാം. അതെനിക്ക് ലാഭമായിട്ട് തോന്നി. നല്ല റേറ്റും 12 സെറ്റ് വളയും ഉണ്ട്. അത് ഒരു സെറ്റ് 2 വള വീതം, അങ്ങനെ 12 ഡസൻ ഉണ്ട്. അപ്പോൾ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി. അത്ര ഒരു സെറ്റ് വള നമുക്ക് കിട്ടത്തില്ല ഒരു ബോക്സിൽ. അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി. ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ വലിയ വലിയ കുപ്പികള ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ വാങ്ങുകയും ചെയ്യാമല്ലോ. ടോട്ടൽ വളയെല്ലാം കൂടി 24 വളയുണ്ട്. 238 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ആ റേറ്റിന് ഇത്രയും വള കിട്ടുന്ന എനിക്ക് തോന്നുന്നു നല്ല ലാഭമാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതൊരു ബാങ്കിളാണ്. ഇത് എനിക്ക് വാച്ചിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ഇത് പക്ക ഗോൾഡ് ടൈപ്പ് ഒരു ബാങ്കിളാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഒരു ഇതുണ്ട്, ഇതാ ഇങ്ങനെ. പണ്ട് സ്ക്രൂവിൻ്റെ വളയൊക്കെ ഇല്ലായിരുന്നു, അതുപോലെ അതൊരു നമുക്കത് ടൈറ്റ് ചെയ്യാം. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ, ടൈറ്റ് ചെയ്യാനുള്ള ഒരിതുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ടാൽ മതി. നെക്സ്റ്റ് വൺ വന്നിട്ടൊരു വാച്ചാണ്. കിട്ടിയപ്പോൾ തന്നെ അൺബോക്സ് ചെയ്ത് ഇട്ട് നോക്കിയപ്പം വലുത്. അങ്ങനെ പിന്നെ ചെയ്യുന്നതിൻ്റെ 2 കണ്ണി അത് കട്ട് ചെയ്ത് മാറ്റി കറക്റ്റ് സൈസ് ഞാൻ സെറ്റ് ചെയ്തെടുത്ത് ഇട്ടും കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോയി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടും കൂടെ പെയർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ശരിക്കും വാങ്ങിച്ചതാണ്. പക്ഷേ വാച്ച് വന്നിട്ട് റോസ് ഗോൾഡും വള വന്നിട്ട് ഗോൾഡുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഇടുമ്പോൾ. അല്ലാതെ നോക്കുവാണെങ്കിൽ രണ്ടും അടിപൊളിയാണ്. വാച്ച് മാത്രമായിട്ട് ഇടാം, ബാങ്കിൾ മാത്രമായിട്ട് ഇടാം, അങ്ങനെ അടിപൊളിയാണ്. ബാങ്കിളും വളയും കൂടി ഇടുമ്പോൾ നല്ല രസമാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ബി പ്ലെൻറ്റിൻ്റെ ഒരു ഹെയർ പ്രൊട്ടക്ഷണൽ സ്പ്രേ ആണ്, സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ യൂസ് ചെയ്യാൻ വേണ്ടി. ദെൻ ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു ബോക്സ് നിറച്ച് നെയിൽ പോളിഷാണ്. ഇത് മൊത്തം 12 നെയിൽ പോളിഷ് ഉണ്ട്. 215 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഒരു കളർ തന്നെ 2 നെയിൽ പോളിഷ് വെച്ച് 12 നെയിൽ പോളിഷ് ഉണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല കേട്ടോ, 12 കളറായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ 12 കളറില്ല, 6 കളറേ ഉള്ളൂ. ഒരെണ്ണം ഒരു കളർ 2 എണ്ണം വീതം, അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടി അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.